ഹലോ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ ഇന്ന് മുതൽ അട വെട്ടി കയറ്റാണ്. എൻ്റെ പേര് റഷീദ്, എല്ലാവർക്കും അറിയാമായിരിക്കും. ഇന്ന് മുതൽ നമ്മൾ അട വെട്ടി കയറ്റാണ്. വെട്ടി കയറ്റുന്നതിലേക്ക് പോവാം. ഞാൻ കുറച്ച് പണിയെടുത്തതിന് ശേഷമാണ് എനിക്ക് ഓർമ്മ വന്നത്, അതുകൊണ്ട് ഒന്ന് ഞാൻ കാണിച്ചു തരാൻ വിചാരിച്ചു. ഇതിപ്പോൾ ഇതാ 6 അടയും ഫുള്ളായ ഇതാണ്. ഇത് ഞാൻ ഇപ്പോൾ വെട്ടിയെടുത്തതാണ്. അതിൻ്റെ അടയാണ് അടകൾ ആണോ, ആ അടയാണത്. അതിൽ കുറച്ച് മുട്ട ഇട്ടിരുന്നു. അത് ഞാൻ സ്പ്രിങ്ക്ലർ ഉപയോഗിച്ചിട്ട്, ഇതാണ് സ്പ്രിങ്ക്ലർ ഉപയോഗിച്ച് വെള്ളം അടിച്ച് കഴിഞ്ഞു. ഇനി ഇത് ഈ കൂട്ടിലേക്ക് തന്നെ ഇടുന്നു. കൂട്ടിലേക്ക് ഇട്ടു. അതിൻ്റെ മുകളിൽ നമ്മൾ ഒരു സൂപ്പർ കയറ്റി വെച്ച്, ഇതാ സൂപ്പർ ഇങ്ങനെ കയറ്റി വെച്ച്. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇത് കാണിച്ചു താ, ഓടിച്ചാ എന്നെ കണ്ടോ, തിരിച്ചു പിടിച്ചു. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതാണ് മേൽഭാഗം ഉണ്ടായിരുന്നത്. ഈ മേൽഭാഗം നമ്മൾ ഇവിടുന്ന് കുറച്ച് വെട്ടി മാറ്റിയിട്ട് നമ്മളിത് 5 പീസാക്കുകയാണ്. 1 2 3 5 പീസാക്കി. ഇനി റബ്ബർ എടു. ഇന്നലെ വാങ്ങിയതാട്ടോ റബ്ബർ, 500 റബ്ബർ വാങ്ങി. ഞാൻ ഇടേണ്ട പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഇടുമ്പോഴാണ്. ഇതായിരുന്നു മേലെ ഭാഗം. ഈ മേലെ ഭാഗം നമ്മൾ നേരെ ഇങ്ങനെ ഇതുപോലെ വെക്കുന്നു. ഇതുപോലെ വെച്ചിട്ട് ഇതിങ്ങനെ സംഗതി ചെയ്യാവുന്നതാണ് കേട്ടോ. ഈ കോർണർ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ ഇങ്ങനെ ചെയ്യാം. വക്കൊന്ന് റെഡിയാക്കി കൊടുക്കുക. അതെന്തിനാ വെച്ചാൽ നിങ്ങൾക്ക് പിൽക്കാലത്ത് മനസ്സിലാവും. അങ്ങനെ അടുപ്പിച്ച് വെച്ചാൽ മതി. അടുപ്പിച്ച് വെച്ചാൽ ബാക്കിയുള്ളത് ഇവിടെ അവർ ആഡ് ചെയ്യും. മറ്റേത് ആ കോർണർ വിട്ടുപോകും. ഇവിടെ നമ്മൾ 2 റബ്ബർ ഇടുന്നു. ഇത്രയും പണിയുള്ളൂ. അത് നമ്മൾ വെച്ചെടുത്ത് അടുത്തതും നമ്മൾ എടുത്തു. ഇതിന് കോർണർ വെട്ടേണ്ട ആവശ്യമില്ല. ഇതിന് അടുത്ത് നിൽക്കുന്നതുകൊണ്ട് കോർണർ വെട്ടേണ്ട ആവശ്യമില്ല. റബ്ബർ ഇടുന്നു. ഇവിടെ റബ്ബർ ഇട്ടുന്നു. ഇങ്ങനെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ നിൽക്കുന്ന അടൻ്റെ ആ ബ്രൂഡ് ചേമ്പറിൽ ഇങ്ങനെ ഉണ്ടാവുന്ന അട നമ്മൾ കട്ട് ചെയ്ത് വെക്കുമ്പോൾ മേൽഭാഗം അടിയിലേക്കാക്കി വെക്കണം. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനെ വെച്ച് കൊടുക്കുക. 5 നമ്മൾ വെച്ചിട്ടുണ്ട്. ഇതെടുത്താ അല്ലാതെ ഇതേമാതിരി ചെയ്യുക. എല്ലാവരും മാക്സിമം ശ്രദ്ധിക്കുക. ഈച്ചനെ നമ്മൾ നല്ല കൊല്ലത്തിൽ വളർത്തുക. അവരിൽ നിന്നും വരുമാനം ഉണ്ടാക്കുക. അത്രയും ഇപ്പം ചെയ്യേണ്ട വർക്ക് നമുക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ളൂ. ബാക്കിയുള്ളത് വരും വീഡിയോകളിൽ അറിയിക്കുന്നതാണ്.